ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ ഗൂഗിൾ ഡോക്യുമെൻറ്റ്സിൽ കൊടുക്കും. ആ ഗൂഗിൾ ഡോക്യുമെൻറ്റ്സിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാവരും ആൻസർ ചെയ്യണം. അതുകൊണ്ടിട്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വെൽക്കം സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒന്നാം ലോക യുദ്ധവും ഫാസിസവും നാസിസവുമാണ്. ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് വേൾഡ് വാർ ആണ്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ബാക്ക് ഡ്രോപ്പ്, എങ്ങനെ പശ്ചാത്തലം എന്താണ്, എപ്പോഴാണ് സെക്കൻഡ് വേൾഡ് വാർ ആരംഭിച്ചത്, അതിലുള്ള സഖ്യകക്ഷികൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കാനുള്ള കാരണമല്ല വർഷം എന്ന് പറയുന്നത് 1939 ആണ്. അത് ആരംഭിക്കാനുള്ള കാരണം ജർമ്മനി പോളണ്ടിനെ അറ്റാക്ക് ചെയ്തു. സെപ്റ്റംബർ 1 അറ്റാക്ക് ചെയ്തു. അങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. നോക്കാം. 20 years after the end of the First World War, the world witnessed another war. Let us look at the backdrop of the Second World War that lasted from 1939 to 1945. 1939 മുതൽ 45 വരെ അവസാനിച്ച ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ബാക്ക്ഡ്രോപ്പ് എന്ന് വെച്ചാൽ പശ്ചാത്തലം ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫോളോയിങ് ദ Treaty at Paris in 1919, the victorious nations shared the colonies of the defeated nations. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ ട്രീറ്റി ഓഫ് പാരീസിൽ 1919 വിജയിച്ച രാജ്യങ്ങൾ എന്ത് ചെയ്തു? കുറച്ച് കോളനികൾ പകുതെടുത്തു. പക്ഷേ പരാജിത രാജ്യങ്ങൾക്കൊന്നും തന്നെ കിട്ടിയില്ല. Neither Germany nor Italy had any colony or market. ജർമ്മനിക്കോ ഇറ്റലിക്കോ ഒരു മാർക്കറ്റോ കോളനിയോ ലഭിച്ചില്ല. Therefore, for enhancing their political economic stability, Italy and Germany planned to conquer colonies and attack weak nations. അപ്പം ഇവർ എന്ത് തീരുമാനിച്ചു? അപ്പം അവർക്ക് കിട്ടാത്തത് കൊണ്ട് ഒരു പിടിച്ചടക്കാൻ തീരുമാനിച്ചു. ഇറ്റലിയും ജർമ്മനിയും വീക്കായിട്ടുള്ള നേഷൻസിനെയും കോളനികളെയൊക്കെ പിടിച്ചടക്കാനായിട്ട് തീരുമാനിച്ചു. ഇൻ ആൻ എഫോർട്ട് ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് പോളിസി ഓഫ് അഗ്രഷൻ. ഈ പോളിസി ഓഫ് അഗ്രഷൻ എന്ന് വെച്ചാൽ പിടിച്ചെടുക്കാനായിട്ട് അവരുടെ ആ പോളിസിയിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ജപ്പാനെയും കൂടി കൂട്ടുപിടിച്ചു. അങ്ങനെ അവർക്കുണ്ടായ ഒരു സഖ്യമാണ് ആക്സിസ് പവേഴ്സ് എന്ന് പറയുന്നത്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇതിന് ഓപ്പോസിറ്റായിട്ട് വന്നതാണ് അലൈഡ് പവേഴ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് ചൈന. അപ്പം ഈ ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും ചൈനയുടെയും കൂടെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടി പിന്നീട് ജോയിൻ ചെയ്തു. അപ്പം ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു സ്റ്റോൾ ദി അറ്റാക്സ് ഓഫ് ദി ആക്സിസ് പവേഴ്സ്. അപ്പോൾ ആക്സിസ് പവേഴ്സ് ആയിരുന്ന ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ജപ്പാൻ്റെയും അറ്റാക്സ് ഒക്കെ നിർത്താനായിട്ട് ലീഗ് ഓഫ് നേഷൻസിന് സാധിച്ചില്ല. ലീഗ് ഓഫ് നേഷൻസ് എന്ന് വെച്ചാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സംഘടനയാണ്. വെൻ ജർമ്മനി, Italy and Japan attacked other nations, the capitalist countries like Britain and France did not prevent the attacks. ഇനിയിപ്പം ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ചപ്പോഴത്തേക്കിനും ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളായിരുന്ന ബ്രിട്ടനും ഫ്രാൻസും, അതൊക്കെ അവർ അലൈഡ് പവേഴ്സിലുള്ളവരാണ്, ഇവർക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കേണ്ടവരാണ്. പക്ഷേ ഇവരൊന്നും അനങ്ങാതെ നിന്നു. ദേ കൺസിഡർ സോവിയറ്റ് യൂണിയൻ ബീങ് എ സോഷ്യലിസ്റ്റ് കൺട്രി ആസ് ദെയർ ചീഫ് എനിമി. അപ്പോൾ ഇവർ സോവിയറ്റ് യൂണിയനെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായതുകൊണ്ട് അവർക്ക് ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. അതിനെ ശത്രുവായിട്ട് കണ്ടു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഒന്നും അനങ്ങാതെ നിന്നു. ദിസ് പോളിസി വിച്ച് എൻകറേജ്ഡ് ഫാസിസ്റ്റ് അറ്റാക്ക്. അങ്ങനെ ഇവരൊന്നും അനങ്ങാതെ ഇങ്ങനെ ഈ ഫാസിസ്റ്റ് പോളിസിനെ എൻകറേജ് ചെയ്ത ആ ഒരു നയത്തിന് പറയുന്ന പേരാണ് പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്, പ്രീണന നയമെന്ന് പറയുന്നത്. അങ്ങനെ ഓൺ 1 September 1939 ജർമ്മനി അറ്റാക്ട് പോളണ്ട്. അങ്ങനെയാണ് ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നത്. ദിസ് പ്രോംപ്റ്റഡ് ദ അലൈഡ് നേഷൻസ് ടു ഡിക്ലെയർ വാർ അഗെയിൻസ്റ്റ് ജർമ്മനി ദാറ്റ് അൾട്ടിമേറ്റ്ലി റിസൾട്ടഡ് ഇൻ ദി ഔട്ട്ബ്രേക്ക് ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ ഇത് എന്ത് ചെയ്തു? ജർമ്മനി, ദിസ് പ്രോംപ്റ്റഡ് ദി അലൈഡ് നേഷൻസ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന തുടങ്ങിയ അവരുടെ കൂടെ സഖ്യത്തിന് ചേർന്ന രാജ്യങ്ങളാണ്. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് എന്താണ് ആക്സിസ് പവേഴ്സിനെതിരെ തിരിച്ചടിക്കാനായിട്ട് തീരുമാനിച്ചു. അത് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചു. ഇതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത്. അവിടെ ഒരു മ്യൂണിക് പാക്റ്റ് കൊടുത്തിട്ടുണ്ട്. മ്യൂണിക് പാക്റ്റ് ക്യാൻ ബി സൈറ്റഡ് ആസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. ഹിറ്റ്ലർ പുട്ട് ഫോർത്ത് ദി ക്ലെയിംസ് ഓവർ ദി പ്രോസ്പെറസ് സുഡാറ്റിൻ ലാൻഡ് റീജിയൻ ഓഫ് ചെക്കോസ്ലോവാക്കിയ. അപ്പം ഒരു പ്രീണന നയത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത് വെച്ചാൽ 1938 മ്യൂണിക് ഉടമ്പടിയാണ്. അത് ചെക്കോസ്ലോവാക്കിയയിലെ സമ്പൽ സമൃദ്ധമായ സുഡാറ്റൻലാൻഡ് എന്ന പ്രദേശത്തിന് മേൽ ഹിറ്റ്ലർ അവകാശം ഉന്നയിച്ചു. അതിനെ തുടർന്ന്
ചില പ്രശ്നങ്ങളുണ്ടായി. ഈ പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിക്കുകയുണ്ടായി. അപ്പോൾ ചെക്കോസ്ലോവാക്കിയയെ ഇതിലേക്ക് ക്ഷണിച്ചില്ല. ഈ സമ്മേളനം സുഡാറ്റൻലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ചു. അതൊക്കെ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു കാരണമായിട്ട് വരുന്ന സംഭവങ്ങളാണ്. അടുത്തതൊരു നോൺ അഗ്രഷൻ പാക്റ്റാണ്. ഇൻ 1939 ജർമ്മനി സൈൻഡ് എ നോൺ അഗ്രഷൻ പാക്ട് വിത്ത് സോവിയറ്റ് യൂണിയൻ. അക്കോർഡിംഗ് ടു ദിസ് പാക്ട് ബോത്ത് ദ കൺട്രീസ് അഗ്രീഡ് നോട്ട് ടു അറ്റാക്ക് ഈച്ച് അതർ ആൻഡ് ടു പാർട്ടീഷൻ പോളണ്ട്. However, the pact came to an end when Hitler attacked the Soviet Union in 1941. അതായത് നോൺ അഗ്രഷൻ പാക്ട് എന്ന് പറയുന്നത് ഒരു അനാക്രമണ സന്ധിയാണ്. 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിൽ പരസ്പരം ആക്രമിക്കില്ല എന്നൊരു സന്ധി ഒപ്പിട്ടിരുന്നു. ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നുമാണ് അവർ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ 1941 ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടെ ഈ കരാറ് അവസാനിച്ചു. ഇതൊക്കെ അവരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് കാരണമായി. നമ്മൾ നേരത്തെ പറഞ്ഞ 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. അപ്പോഴാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം യുദ്ധം ഇനി എന്താണ് ബാക്കി വെച്ചതെന്നാണ് നമുക്കിനി നെക്സ്റ്റ് കാണാനുള്ളത്. ദി എഫക്ട്സ് ഓഫ് ദി വാർ. The entry of the Soviet Union and America changed the complexion of the Second World War. അപ്പോൾ സോവിയറ്റ് യൂണിയനും അമേരിക്കയും രംഗത്ത് വന്നതോടുകൂടി യുദ്ധത്തിൻ്റെ മുഖച്ഛായ കംപ്ലീറ്റ് മാറി. ഇറ്റലി ആൻഡ് ജർമ്മനി കുഡ് നോട്ട് വിത്ത്സ്റ്റാൻഡ് ദി അറ്റാക്ക് ആൻഡ് സറണ്ടേർഡ് ഇമ്മീഡിയറ്റ്ലി. ഇറ്റലിക്കും ജർമ്മനിക്കും അറ്റാക്ക് ചേർത്ത് നിൽക്കാനായിട്ട് സാധിക്കാതെ അവർ പെട്ടെന്ന് സറണ്ടർ ആവുകയായിരുന്നു. മുസോളിനി വാസ് കിൽഡ് ബൈ ദ ലോക്കൽ പാർട്ടിസൻസ്. അപ്പം മുസോളിനിയെ അവിടുത്തെ നാട്ടുകാർ പിടിച്ചുകൂടി വധിച്ചു. അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ദ സോവിയറ്റ് ആർമി മൂവ്ഡ് ടുവേർഡ്സ് ജപ്പാൻ ത്രൂ ട്രാൻസ് സൈബീരിയ. അപ്പോൾ സോവിയറ്റ് ആർമി ജപ്പാനിലേക്ക് നീങ്ങി ട്രാൻസ് സൈബീരിയ വഴി. ബിഫോർ ഇറ്റ് കുഡ് റീച്ച് ജപ്പാൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡ്രോപ്ഡ് 2 ആറ്റം ബോംബ്സ് ഇൻ ജപ്പാൻ. അങ്ങനെ അവർ ജപ്പാനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, സോവിയറ്റ് ആർമി ജപ്പാനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ബോംബ് വർഷിക്കുകയുണ്ടായി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ബോംബ് വർഷിച്ചു ജപ്പാനിൽ. ദ ലിറ്റിൽ ബോയ് ഇൻ ഹിരോഷിമ. ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞ ബോംബ് ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6 1945. പിന്നെ എ ഫാറ്റ് മാൻ എന്ന് പറഞ്ഞ ബോംബ് നാഗസാക്കിയിൽ ഓഗസ്റ്റ് 9. നമ്മൾ ഹിരോഷിമ ദിനമൊക്കെ ആചരിക്കില്ലേ. സൂൺ ജപ്പാൻ സറണ്ടേർഡ്. പെട്ടെന്ന് തന്നെ ജപ്പാൻ സറണ്ടറായി. പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ ഒരു മഷ്റൂം പൊങ്ങി വരുന്നത് പോലെയുള്ള ആറ്റം ബോംബിൻ്റെ എക്സ്പ്ലോഷൻ. ആ സമയത്ത് നിന്ന് പോയ ഒരു ക്ലോക്കിൻ്റെ ചിത്രം. ഹിരോഷിമ ബോംബിങ്ങിന് ശേഷമുള്ള ഹിരോഷിമയുടെ ചിത്രം നമുക്ക് സങ്കല്പിക്കാനാവുന്നതിനും അപ്പുറമാണ് ആ ബോംബേറിൻ്റെ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള ട്രാജഡി ആയിരുന്നു ബോംബ് വർഷിച്ചത് മൂലം ഉണ്ടായത്. Given are the pictures related to the atomic bombing in Japan's far-reaching consequences of the Second World War is given below. അപ്പം നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നോക്കുക, ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓവർ 10 million people ഡൈഡ്. അതായത് ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. യൂറോപ്പിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ മൊത്തം തകർന്നു പോയി. യൂറോപ്യൻ ഡോമിനൻസ് ഇൻ ദി വേൾഡ് ഡിമിനിഷ്ഡ്. ലോകത്തിൻ്റെ മേലുണ്ടായിരുന്ന ഒരു യൂറോപ്പിൻ്റെ ഒരു മേധാവിത്വം ഇല്ലാണ്ടായി. ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ്. ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള അവരുടെ ഫ്രീഡം മൂവ്മെൻറ്റ്സിൻ്റെ തീവ്രത വർദ്ധിച്ചു. അതിന് ഒരു പ്രചോദനമായി അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ്ഡ് ആസ് എ ഗ്ലോബൽ പവേഴ്സ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരു ആഗോള ശക്തികളായിട്ട് വളർന്നു വന്നു. ഇൻ എ ബിഡ് ടു പ്രിസർവ് ആൻഡ് മെയിൻറ്റെയിൻ വേൾഡ് പീസ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വാസ് ഫോംഡ്. അവസാനം സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. അങ്ങനെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രൂപീകൃതം ആയി. ഓക്കെ, താങ്ക് യു.